പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും പൊന്നുഷസി ഓർക്കും തോറും രമ്യം. ലക്ഷ്യമെങ്ങും കാണുന്നല്ലോ കർത്തൻ തൻ വരവിൽ, ലക്ഷ്യമെങ്ങും കാണുന്നല്ലോ കർത്തൻ തൻ വരവിൽ. നിത്യമായ രക്ഷയെ തൻ പക്ഷമായി നൽകിയിടും, നിത്യമായ രക്ഷയെ തൻ പക്ഷമായി നൽകിയിടും. ലക്ഷ്യത്തിൽ സുന്ദരൻ അക്ഷയനാം രക്ഷകൻ, എത്രയും ക്ഷണത്തിൽ നമ്മെ അക്ഷയരാക്കിയിടും. ലക്ഷ്യത്തിൽ സുന്ദരൻ അക്ഷയനാം രക്ഷകൻ, എത്രയും ക്ഷണത്തിൽ നമ്മെ അക്ഷയരാക്കിയിടും. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും പൊന്നുഷസി ഓർക്കും തോറും രമ്യം. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും പൊന്നുഷസി ഓർക്കും തോറും രമ്യം. രാജനേഷു വന്നിടും നീ ഒരുങ്ങിയിട്ടുണ്ടോ, രാജനേഷു വന്നിടും നീ ഒരുങ്ങിയിട്ടുണ്ടോ. നാളുതോറും നീ അവന്റെ സാക്ഷിയാകുന്നുണ്ടോ, നാളുതോറും നീ അവന്റെ സാക്ഷിയാകുന്നുണ്ടോ. മൽപ്രിയ സോദരാ, നിനക്കു വേണ്ടി താൻ സഹിച്ച കഷ്ടതയും പങ്കു ഇന്നു നീ വഹിക്കുന്നുണ്ടോ. മൽപ്രിയ സോദരാ, നിനക്കു വേണ്ടി താൻ സഹിച്ച കഷ്ടതയും പങ്കു ഇന്നു നീ വഹിക്കുന്നുണ്ടോ. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും പൊന്നുഷസി ഓർക്കും തോറും രമ്യം. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും പൊന്നുഷസി ഓർക്കും തോറും രമ്യം. എണ്ണയുണ്ടോ നിൻവിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ, എണ്ണയുണ്ടോ നിൻവിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ. നിർമ്മലമാം നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ, നിർമ്മലമാം നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ. സ്നേഹത്തിനാഴവും നീളമതിൻ വീതിയും ത്യാഗവും സമ്പൂർണതയും നീ ഗ്രഹിച്ചിട്ടുണ്ടോ. സ്നേഹത്തിനാഴവും നീളമതിൻ വീതിയും ത്യാഗവും സമ്പൂർണതയും നീ ഗ്രഹിച്ചിട്ടുണ്ടോ. രാത്രിയിൽ എന്നെ ഈ മീറ്റിംഗിൽ ക്ഷണിച്ച ഷാജി പാസ്റ്റർ ഒരിക്കൽ കൂടെ എന്റെ ഹൃദയം നിറഞ്ഞ് നന്ദിയും സ്നേഹവും ഓർപ്പിക്കുകയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എനിക്ക് തിടുക്കത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. വേഗത്തിൽ ഒരു വാക്യം വായിക്കുന്നതിന്റെ പശ്ചാത്തലങ്ങളിലേക്കൊന്നും പോകാനുള്ള സമയമില്ല. ഇയ്യോബിന്റെ പുസ്തകം 19-ാമത്തെ അധ്യായമാണ്. അതിന്റെ 25-ാമത്തെ വാക്യം നമുക്ക് ഒന്ന് വായിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 19-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം. ആമേൻ, സ്തോത്രം. ഞാൻ വായിക്കണോ അതോ? എന്നെ ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ ഒടുവിൽ പൊടിമേൽ എന്നും ഞാൻ അറിയുന്നു. സ്തോത്രം. ഇയ്യോബിന്റെ ഒരു പ്രഖ്യാപനമാണ്. ഇതൊരു പ്രഖ്യാപനമാണ്. ഇയ്യോബ് ഇത് വെറുതെ പറഞ്ഞതല്ല. സ്തോത്രം. നിങ്ങള് ആയിരിക്കുന്ന ഇരിപ്പിൽ എടുത്ത് വായിച്ചാൽ മതി. ഇതിന്റെ 15-ാമത്തെ അധ്യായം 9-ാം വാക്യത്തിൽ ഇയ്യോബിനോട് സ്നേഹിതന്മാർ ചോദിക്കുകയാണ്, ഞങ്ങൾ അറിയാത്തതായി നിനക്ക് എന്തറിയാം, ഞങ്ങൾ ഗ്രഹിക്കാത്തതായിട്ട് നീ എന്ത് ഗ്രഹിച്ചിരിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. ഇയ്യോബിന് അതിന് പറയുന്ന പല മറുപടികളിൽ ഒരു മറുപടിയാണ് ഇന്ന് രാത്രിയിൽ നമ്മളിവിടെ വായിച്ചു കേട്ടത്. ഇയ്യോബ് അതിന് കൊടുത്ത മറുപടി, നിനക്കെന്തറിയാം എന്ന് ചോദിച്ചതിന് കൊടുത്ത ഒരു മറുപടിയുടെ വാക്യസകലമാണ് ഇന്ന് രാത്രിയോട് വായിച്ചത്. ദൈവമക്കളോട് ഇന്ന് രാത്രിയിൽ ആത്മനിയോഗത്തിൽ ഞാൻ വളരെ ശക്തമായിട്ട് ഓർപ്പിക്കുന്നു, നമ്മൾ വെറുതെ പ്രാർത്ഥിക്കുന്നവരും ആരാധിക്കുന്നവരുമായിരുന്നാൽ മാത്രം പോരാ, നമ്മൾ വിശ്വസിക്കുന്ന കർത്താവ് എങ്ങനെയുള്ള ആഴമേറിയ ബോധ്യം നമ്മുടെ അകത്ത് ഉണ്ടാകണം. സ്തോത്രം. അപ്പോസ്തലനായ പത്രോസ് തന്റെ ലേഖനം എഴുതുമ്പോൾ സ്തോത്രം, നിങ്ങളുടെ ഉള്ളിലുള്ള പ്രത്യാശയെ കുറിച്ച് നിങ്ങളോട് ന്യായം ചോദിക്കുന്നവരോട് സാവധാനതയും ഭയഭക്തിയും കൊണ്ട് ഉത്തരം പറയാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കണമെന്ന്
അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. നമ്മുടെയൊക്കെ അകത്ത് ഉള്ള പ്രത്യാശയെ കുറിച്ച്, വിശ്വാസത്തെ കുറിച്ച് ലോകത്തിലെ മനുഷ്യൻ ന്യായം ചോദിക്കുമെന്നാണ് പത്രോസിന്റെ വാദം. സ്തോത്രം. ഇവിടെ ഇയ്യോബിന്റെ സ്നേഹിതരുടെ വാദം എന്ന് പറയുന്നത്, ഞങ്ങൾക്കറിയാവുന്നതിൽ കൂടുതൽ നിനക്ക് എന്തറിയാം എന്നാണ് ചോദ്യം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ ഓർപ്പിക്കുന്നു, സ്തോത്രം, ലൈഫിൽ കർത്താവിനെ കുറിച്ചുള്ള ആഴമേറിയ ചിന്ത, നമ്മുടെ ദൈവം ആര് എന്നുള്ള ആഴമേറിയ ബോധ്യം നമ്മുടെ അകത്ത് ഉണ്ടായിരിക്കണമെന്ന് പ്രാരംഭത്തിൽ ഓർപ്പിക്കുകയാണ്. ഇന്ന് രാത്രി ഇവിടെ നിന്നുകൊണ്ട് ഇയ്യോബ് പറയുന്ന രണ്ട് കാര്യങ്ങൾ എന്താണത്? ഒന്ന്, ഇയ്യോബ് പറയുന്നത് എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്. രണ്ട്, അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കും എന്ന് ഞാൻ അറിയുന്നു. ഇത് രണ്ട് സബ്ജക്റ്റാണ്. ഒന്ന്, നമ്മുടെ കർത്താവ്, സ്തോത്രം, നിഹിതന്മാർ വീണ് കിടക്കുന്ന പൊടിമേൽ വെളിപ്പെടുന്ന ഒരു പ്രഭാതം വരുവാൻ പോകുന്നുണ്ട്. സ്തോത്രം. ഇന്ന് രാത്രിയിൽ നമ്മുടെ ചിന്ത, നമ്മളെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മക്കൾ, ഇന്ന് രാത്രി ഓർക്കണം, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. ഇയ്യോബിന്റെ ധൈര്യം അതാണ്. സ്തോത്രം. ഇയ്യോബിന്റെ സിറ്റുവേഷൻ, അവൻ പരിക്കളാൽ ബാധിതനായി, അവന്റെ ശരീരം ക്ഷയിച്ച്, സൗന്ദര്യം ക്ഷയിച്ച്, മക്കൾ നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, അവന്റെ ബാല്യക്കാരില്ല, ആരുമില്ലാത്ത സാഹചര്യം. അതിന്റെ ഭാഗങ്ങളിലൊക്കെ വായിച്ചു വരുമ്പോൾ അവന്റെ ബഹുമാനം നഷ്ടപ്പെട്ടു, അവന്റെ സ്ഥാനം നഷ്ടപ്പെട്ടു, അവന്റെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന എല്ലാ മാന്യതകളും അവന് ഇല്ലാതെയായി തീർന്നു. ഒടുവിൽ അവന്റെ ഭാര്യ പറയുന്നത്, അവന്റെ ശ്വാസം പോലും അവന്റെ ഭാര്യയ്ക്ക് വെറുപ്പുളവാക്കുന്ന നിലവാരത്തിലായിട്ട് മാറി. ഇന്ന് രാത്രി നിയമങ്ങൾ ഓർക്കണം, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും ആര് മാറിപ്പോയാലും മാറിപ്പോകാതെ ഒടുവിൽ വരെ നമ്മുടെ കൂടെ നിൽക്കുന്നത് നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇന്ന് രാത്രി അറിഞ്ഞുകൊള്ളണം. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവജനത്തോട് പറയുകയാണ്, നാം ഈ രാത്രി ചിന്തിക്കാൻ, എനിക്ക് വളരെ സവിസ്തരമായി, വളരെ ഗഹനമായി കുറച്ച് ചിന്തകൾ നിങ്ങളോട് പറയാനായിട്ടുണ്ട് ഈ കർത്താവിനെ കുറിച്ച്. സ്തോത്രം. ഓർക്കണം, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ ധൈര്യമാണ്. ഈ ധൈര്യം എന്ന് പറയുന്നത്, അവന്റെ മാംസം ക്ഷയിച്ച്, ആരോഗ്യം ക്ഷയിച്ച്, സകലതും നഷ്ടപ്പെട്ട്, എല്ലാ സ്ഥാനത്തുനിന്നും 0 പോയിന്റിൽ വന്ന്, ആരുമില്ലാതെ ചാരത്തിനകത്ത് വെറും ഒരു രട്ടുടുത്ത് കിടക്കുന്ന ഭക്തൻ പറയുന്നു, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറയുകയാണ്. ഈ രാത്രി ദൈവജനത്തോട് ഞാൻ പറയുന്നു, എന്തെല്ലാം നഷ്ടമായാലും, ഏതെല്ലാം സാഹചര്യത്തോടെ കടന്നുപോയാലും, എത്രമാത്രം താഴ്ചകൾ വന്നാലും, ഒരു കാര്യം ഈ രാത്രി ഞാൻ ഓർപ്പിക്കുന്നു, അകത്തുള്ള വിശ്വാസത്തിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതെ അതിനെ സൂക്ഷിക്കാനുള്ള ദൈവകൃപ നാം പ്രാപിക്കുവാനായിട്ട് ഇടയാക്കണം. ഈ ഇയ്യോബ് പറയുന്ന വാക്കുകൾ ഇവന്റെ കഴിവല്ല, ഇവന്റെ സ്തോത്രം പ്രാർത്ഥന ശക്തിയല്ല, മറിച്ച് അകത്ത് ഇവന് വരാൻ പോകുന്ന സാഹചര്യം അറിഞ്ഞ് ദൈവം ഇയ്യോബിന്റെ മേൽ പകർന്ന ദൈവകൃപയുടെ സമൃദ്ധി നിമിത്തമാണ് ഇന്ന് രാത്രി ഇയ്യോബ് ഈ വാക്ക് പറയുവാൻ കാരണമാകുന്നത്. ദൈവജനത്തോട് ഞാൻ പറയുന്നു, ദൈവകൃപയുടെ സമൃദ്ധി നമ്മുടെ ജീവിതത്തിന്റെ മേൽ ആഴത്തിൽ ഇറങ്ങത്തക്ക നിലവാരത്തിൽ ദൈവവുമായിട്ടുള്ള ഒരു ആഴമേറിയ പ്രാർത്ഥന, കൃപയുടെ ബന്ധം നമുക്കുണ്ടാകട്ടെ. ഇയ്യോബിനെ കുറിച്ച് ദൈവം പറയുന്നു, അവൻ ഭക്തനാണ്, നീതിമാനാണ്, ദോഷം വിട്ടകലെന്നവനാണ്. ഈ പുസ്തകം എഴുതിയിരിക്കുന്ന രചയിതാവ് പറയുന്നു, അവൻ ഭക്തനാണ്, നീതിമാനാണ്, ദോഷം വിട്ടകലെന്നവനാണ്. സാത്താൻ ചെന്ന് ദൈവത്തിന്റെ മുൻപാകെ നിന്ന് പറയുകയാണ്, ഇയ്യോബ് ഭക്തനാണ്, നീതിമാനാണ്, ദോഷം വിട്ടകലുന്നവനാണ്. ഇയ്യോബിന്റെ ഭാര്യ പറയുന്നു, അവൻ ദൈവഭക്തനാണ്, ദോഷം വിട്ടകലുന്നവനാണ്, നീതിമാനാണ്. അടുത്തത്, അവന്റെ സ്നേഹിതരും ഇതേ കാര്യം തന്നെ
ഇയ്യോബിനെ കുറിച്ച് പറയുന്നു. ചോദ്യം, ആമേൻ, ദൈവഭക്തനായിരിക്കുന്ന, ദൈവം സാക്ഷ്യം പറയുന്ന, പിശാച് സാക്ഷ്യം പറയുന്ന, ദേശത്തുള്ളവർ സാക്ഷ്യം പറയുന്ന, ഈ പുസ്തകം എഴുതി എഴുത്തുകാരൻ സാക്ഷ്യം പറയുന്ന, അവന്റെ സ്നേഹിതർ സാക്ഷ്യം പറയുന്ന ഭക്തനായ ഇയ്യോബിന് എന്തുകൊണ്ട് ഇത് സംഭവിക്കുവാനായിട്ടിടയായി? അടുത്ത ചോദ്യം, അവൻ സ്തോത്രം, ഇയ്യോബ് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അവൻ പ്രഭാതയാമത്തിൽ യാഗം നടത്തുന്നു, മക്കൾക്ക് വേണ്ടി ദൈവത്തിന് മുൻപാകെ യാഗം നടക്കുന്നു. അവരുടെ വീടുകളിൽ ചെന്ന് അവരുടെ കുറവുകൾ വന്നുപോയോ എന്നുള്ള ഭയത്താല് അവൻ തന്റെ മക്കൾക്ക് വേണ്ടി യാഗം നടത്തുന്നു, അവന്റെ ബാല്യക്കാർക്ക് വേണ്ടി യാഗം നടത്തുന്നു. എന്റെ ചോദ്യം ഇതാണ്, ഇതെല്ലാം ചെയ്തിട്ടും എന്തുകൊണ്ട് ഇയ്യോബിന്റെ മേൽ ഇങ്ങനെ ഒരു കഷ്ടം വരികയാണ്? സ്തോത്രം. ഇന്ന് രാത്രികാലം ഇയ്യോബിന്റെ പുസ്തകം വായിച്ചാൽ ഒരു കാര്യം ദൈവം പറയുന്നുണ്ട്. സ്തോത്രം. ഇയ്യോബിനെ ഞാൻ അറിയുന്നത് പോലെ ഇയ്യോബ് എന്നെ അറിയുന്ന ഭക്തനാണെന്ന് അവൻ, സ്തോത്രം, ഇയ്യോബിനെ കുറിച്ച് ദൈവം സാക്ഷ്യം പറയുക. ഈ രാത്രി ഓർക്കണം, അവന്റെ ജീവിതത്തിൽ കഷ്ടം വന്നപ്പോൾ പ്രത്യേകം ഇയ്യോബിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ഇതിൽ ഒന്നിലും ഇയ്യോബ് നാവ് കൊണ്ട് യഹോവയോട് പാപം ചെയ്തില്ലെന്നാണ് വായിക്കുന്നത്. കാരണം ഇയ്യോബിന് അവന്റെ ദൈവത്തെ നന്നായിട്ട് അറിയാമായിരുന്നു. ഈ രാത്രി ഞാൻ പറയുന്നു, കർത്താവ് യേശുവിനെ നമുക്ക് അടുത്തറിയാമെങ്കിൽ കഷ്ടത വന്നാൽ, ദാരിദ്ര്യം വന്നാൽ, പണികൾ വന്നാൽ, ദുഷികൾ വന്നാൽ, ഭിന്നകൾ വന്നാൽ, അവൻ സ്തോത്രം, നമുക്ക് നേരെ പ്രതികൂലങ്ങൾ വന്നാൽ അവയിൽ രാത്രി നാം വിളിച്ചു പറയും, നാമോ നമ്മെ സ്നേഹിക്കുന്നവൻ മുഖാന്തരം ഇതിലെല്ലാത്തിലും നമ്മൾ പൂർണ്ണ ജയം പ്രാപിക്കുമെന്ന് പ്രഖ്യാപിക്കുവാനുള്ള ആത്മാവിന്റെ വെളിപ്പാട് നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് കൈമാറുവാൻ കാരണമായി തരും. സ്തോത്രം. ഞാൻ ഇന്ന് രാത്രി പറഞ്ഞു വരുന്ന ദൈവമക്കളെ, സ്തോത്രം, നമ്മൾ സാധാരണക്കാരല്ല, നമ്മൾ നിസ്സാരക്കാരല്ല, പിശാചിന്റെ നോട്ടപ്പുള്ളികളാണ്, എഴുത്തുകാരന്റെ ഹൃദയത്തിന്റെ ആനന്ദമാണ്, അവയെ സ്നേഹിതരുടെ സാക്ഷ്യമാണ്, ഭാര്യയുടെ മുമ്പിൽ അടിപതറാത്ത ധാർഷ്ട്യമുള്ള ഒരു ശക്തനായ കുടുംബ നായകനാണ് അവൻ. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പറയാം, ദൈവത്തിന് മുൻപാകെ ദൈവത്തിന് മാറ്റി നിർത്താൻ പറ്റാത്ത, അവൻ പേരെടുത്ത് പറയുവാൻ പറ്റുന്ന ഒരു ഭക്തനാണ് നമ്മള്. സ്തോത്രം. ഇന്ന് രാത്രി പറയാം, അവൻ ഈ യിരെമ്യാവിന്റെ പുസ്തകം വായിക്കുമ്പോൾ, എസെക്കിയേലിന്റെ പുസ്തകം വായിക്കുമ്പോഴെല്ലാം പ്രാർത്ഥനാ വീരന്മാരുടെ കാര്യം പ്രഖ്യാപിക്കുമ്പോൾ അവിടെ എല്ലാം പ്രവാചകൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പേര്, അവൻ ഇയ്യോബ് ഉണ്ടായിരുന്നാലും, മോശ ഉണ്ടായിരുന്നാലും, നോഹ ഉണ്ടായിരുന്നാലും എന്ന വായിക്കുന്ന കാലഘട്ടങ്ങളിലുള്ള അവൻ ചില തലമുറയോട് അവൻ ഇയ്യോബിന്റെ വിശ്വാസത്താൽ അവൻ ഇഴുകിച്ചേരുവാൻ കാരണമായി. ഇന്ന് രാത്രികാലം നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ല. നൂറ്റാണ്ടുകൾക്ക് മുൻപ് അപ്പുറത്ത് ജീവിച്ച അവൻ പല പിതാക്കന്മാരുടെ തുല്യമായ തത്തുല്യമായ വിശ്വാസത്തിന്റെ നിർണയം ഈ അന്ത്യകാലത്ത് ദൈവത്തെ സേവിക്കുന്ന ഭക്തന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് പകർന്നിട്ടുണ്ടെന്ന് ഇന്ന് രാത്രി എന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ എനിക്ക് ബോധ്യമുണ്ട്. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയുന്നു, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. അവന്റെ സ്തോത്രം. സമയമില്ല. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായം 33, 34 വാക്യമൊക്കെ കാണുവാൻ കഴിയുന്നുണ്ട്. ഇവരെ ദത്തരാക്കി കൊണ്ടുപോയവർക്ക് ഇവരെ വീട്ടയപ്പാൻ മനസ്സില്ല. അതുകൊണ്ടാണ് താഴ്ത്തു വായിക്കുന്നു, അവർ ശ്രദ്ധയോടുകൂടെ അവരുടെ വ്യവഹാരം നടത്തും എന്ന് പറഞ്ഞിട്ട് അതിന്റെ താഴത്ത് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നു, ഇവരുടെ വീണ്ടെടുപ്പുകാരൻ അവൻ ശക്തിമാനാണ്, അവന്റെ പേര് സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു എന്നാണ്. നോക്കണം, എവിടെ നിന്നാണ് കർത്താവ് വീണ്ടെടുക്കുന്നത്? ഒന്ന്, അവന്റെ സ്തോത്രം, നമ്മളെ ബദ്ധരാക്കി കൊണ്ടുപോകുന്ന, ബദ്ധരാക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് നമ്മളെ അടിമകളാക്കി കൊണ്ടുപോയവർക്ക് നമ്മളെ വിട്ടയക്കാൻ മനസ്സില്ലെന്ന് യിരെമ്യാ വിളിച്ചു പറഞ്ഞിട്ട് അതിന്റെ താഴത്ത് പറയുന്നു, അങ്ങനെ അവർക്ക് വിട്ടയക്കാൻ മനസ്സില്ലെങ്കിലും അവൻ തന്റെ ഭക്തന്മാർക്ക് വേണ്ടി, ബദ്ധന്മാരെ പിടിച്ചു കൊണ്ടുപോയവർക്ക് വേണ്ടി ശ്രദ്ധയോടുകൂടെ വ്യവഹാരം നടത്തുന്ന ഒരു വീണ്ടെടുപ്പുകാരന്റെ രാത്രികാലം ഈ മീറ്റിംഗിന്റെ നടുവിൽ ശക്തിയോടെ ചലിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി എന്റെ വചനം കേൾക്കുന്ന ചില ദൈവങ്ങളോട് പറയുന്നു, നിന്റെ കുടുംബത്തിനകത്ത്
2026 ഒരു വീണ്ടെടുപ്പിന്റെ പ്രക്രിയ നടക്കും. നിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ടുപോയത്, നിന്നെ വ്യക്തനാക്കി വെച്ചിരിക്കുന്ന ഇടത്ത്, അവൻ നിന്റെ വഴികൾ കൂട്ടി വെച്ചിരിക്കുന്ന സ്ഥലത്ത്, നിന്റെ നന്മകളെ ചോർത്തി കളഞ്ഞിരിക്കുന്ന സ്ഥലത്ത് ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, അത് വിട്ടുതരോ ശത്രുവിന്റെ പദ്ധതി ഇല്ലെങ്കിലും, നിന്റെ വഴി തുറന്നൊരു ശത്രുവിന്റെ പദ്ധതി ഇല്ലെങ്കിലും, നിന്റെ മുൻപിലെ വഴിയിലേക്ക് നിന്നെ വിടാൻ ശത്രുവിന്റെ പദ്ധതി ഇല്ലെങ്കിലും, നിന്റെ വീണ്ടെടുപ്പുകാരൻ ശ്രദ്ധയോടുകൂടെ നിനക്ക് വ്യവഹാരം നടത്തി തന്ന് ഈ 2026 ദൈവത്തിന്റെ ആത്മാവ് നിയോഗിക്കുന്നത് പോലെ അവന്റെ പദ്ധതിക്കകത്ത് എവിടെ നിൽക്കണമെന്ന് ദൈവം നിന്നെ കുറിച്ച് ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നുണ്ടോ അവിടെ നിർത്താൻ നിന്നെ വീണ്ടെടുത്ത് വെളിയിൽ കൊണ്ടുവന്ന് നിർത്തുന്ന ഒരു വീണ്ടെടുപ്പുകാരൻ ഇന്ന് രാത്രി കാലം അവന്റെ സാന്നിധ്യവുമായിട്ട് ഈ രാത്രി മീറ്റിങ്ങിനകത്ത് ഇറങ്ങി നിന്ന് ചലിക്കുന്നുണ്ട്. അവന്റെ കരച്ചലന്റെ മേൽ ഇന്ന് രാത്രി വെളിപ്പെടുമെന്ന്, അവരുടെ കുടുംബത്തിൽ വെളിപ്പെടുമെന്ന്, അവരുടെ തലമുറയോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുമെന്ന് ആത്മനിയോഗത്തെ ഞാൻ വിളിച്ചു പറയുന്നു. സ്വത്രം ഈ രാത്രികാലം വീണ്ടെടുപ്പിന്റെ പുതുക്കം നടക്കുന്ന രാത്രിയാണ് ദൈവജനത്തെ ഞാൻ ആത്മാവിൽ ഓർപ്പിക്കുക. സ്വത്രം ഞാൻ കേട്ടിന് മുമ്പോട്ട് ഇവിടെ നിൽക്കാൻ സമയമില്ല. ആമേൻ. സ്വത്രം നമ്മുടെ വീണ്ടെടുപ്പുകാരന്റെ പ്രത്യേകത വേദപുസ്തകം പഠിക്കുമ്പോൾ വായിക്കുമ്പോൾ വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ, വീണ്ടെടുപ്പുകാരൻ എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയ നഷ്ടം തുടങ്ങി വസ്തുവക തുടങ്ങി അവനെ അടിമയാക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് തന്നെ അവനെ മുഴുവനായി ദത്തെടുക്കുന്നതിനെ വീണ്ടെടുക്കുന്നത് പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. സ്തോത്രം. ഇന്ന് രാത്രി നിയമങ്ങളെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയമാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. സ്തോത്രം. ഞാൻ ഈ ദിവസങ്ങളെല്ലാം ഈ വചനത്തിൽ ഇങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ്. ഇത്ര ശ്രേഷ്ഠനായ ഒരു വീണ്ടെടുപ്പുകാരൻ നമുക്ക് ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോ ആനന്ദം കൊണ്ട് ഹൃദയം നിറയുകയാണ്. സ്തോത്രം. വീണ്ടെടുപ്പുകാരന് 3 പ്രത്യേകത, 3 കഴിവുകൾ ഉണ്ടാകണം. ഈ വീണ്ടെടുപ്പ് പ്രമാണം സംബന്ധിച്ച് ലേവ്യ പുസ്തകത്തിനകത്തുണ്ട്. ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം കൂടെ എനിക്കൊന്ന് വായിച്ചാറിയിൽ സഹായിക്കണം. ലേവ്യ പുസ്തകം 25-ന്റെ 25-ാമത്തെ വാക്യം കിട്ടിയോ? നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്നു തന്റെ അവകാശത്തിൽ ഏതാനും വിറ്റാൽ അവന്റെ അടുത്ത ചാർച്ചക്കാർക്ക് സഹോദരൻ വിറ്റത് വീണ്ടുകൊള്ളേണം. ഇത് ലേവ്യ പുസ്തകത്തിലുള്ള ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ പ്രമാണം. ലേവ്യ പുസ്തകം 25-ാം അധ്യായം വായിക്കണം. അതിനകത്ത് ഒരുപാട് വീണ്ടെടുപ്പിന്റെ ദൈവിക പദ്ധതികൾ കാണാം. ലേവ്യ പുസ്തകം വളരെ ഗഹനമായിട്ട് പഠിക്കണം. കാരണം വെച്ചാൽ ലേവ്യ പുസ്തകം ഇല്ലാതെ ഇതിനകത്തുള്ള ഒരു ഗ്രന്ഥത്തിനകത്ത് നമുക്ക് കയറാൻ പറ്റത്തില്ല. എല്ലാ ഗ്രന്ഥത്തിനകത്ത് ഈ ശുശ്രൂഷ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. അവിടെ വായിക്കുന്നതിന്റെ സഹോദരൻ ദാരിദ്ര്യ നിമിത്തം അവന്റെ അവകാശത്തെ വിറ്റുകളഞ്ഞാൽ അവന്റെ അടുത്ത ചാർച്ചക്കാരൻ വന്ന് അതിനെ വീണ്ടെടുക്കാൻ എല്ലാവർക്കും പറ്റത്തില്ല. വീണ്ടെടുക്കണമെങ്കിൽ സ്തോത്രം ഒരു അടുത്ത ചാർച്ചക്കാരൻ വരണം. അടുത്ത ചാർച്ചക്കാരനെ അത് വീണ്ടെടുക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. പ്രാർത്ഥനയോടെ ഇരിക്കണം. ഇന്ന് രാത്രി ദൈവം ശക്തമായ ഒരു ദൈവപ്രവൃത്തി നമ്മുടെ അയക്കട്ടെ. സ്തോത്രം. നഷ്ടമായി പോയത്, വിറ്റുകളഞ്ഞത്, ദാരിദ്ര്യ നിമിത്തം വിറ്റുകളഞ്ഞത് തിരിച്ചെടുക്കാൻ പറ്റാതെ നഷ്ടമായി പോകുമെന്ന് വന്നാൽ അവന്റെ അവകാശം വീണ്ടെടുത്തു കൊടുക്കാൻ അടുത്ത ചാർച്ചക്കാരൻ വരണമെന്ന് വായിക്കുന്നത്. സ്തോത്രം. ഇന്ന് രാത്രി ദൈവമക്കളെ ഒരു അടിവരട്ടൊരു വാക്യം ഞാൻ പറയട്ടെ. നമുക്ക് പകരമായിട്ട് എല്ലാവരുടെയും കാരണക്കാരനായി വിറ്റുകളഞ്ഞ മനുഷ്യനെ വിറ്റുകളഞ്ഞ യെശയ്യാവിന്റെ പുസ്തകത്തിൽ ആ വാക്യമുണ്ട്. മനുഷ്യനെ വിറ്റുകളഞ്ഞ സ്ഥാനത്ത് വീണ്ടെടുക്കാൻ ആരുമില്ലാതിരുന്നപ്പോൾ നമ്മളെ വിലയ്ക്ക് വാങ്ങാൻ വേണ്ടി വന്നവനാണ് നമ്മുടെ കർത്താവ്. സ്തോത്രം. വീണ്ടെടുപ്പുകാരൻ. അവനെ വീണ്ടെടുപ്പുകാരനാ വിളിക്കുന്നത് പുതിയ നിയമത്തിനകത്ത്. ഇവിടെ വായിക്കുന്നത് സ്തോത്രം ദാരിദ്ര്യ നിമിത്തം. ഇന്ന് രാത്രി ഞാൻ ദൈവജനത്തിൽ പറയുക. സ്തോത്രം. ഒരാളോടല്ല, ഇതിനകത്തിരിക്കുന്ന എല്ലാ ദൈവമക്കളും ഞാൻ പറയുകയാണ്. നിന്റെ കുടുംബത്തിനകത്ത് ദാരിദ്ര്യ നിമിത്തം മറന്നുപോയ കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ ഇന്ന് രാത്രി ഞാൻ പറയുന്നു. ഈ മീറ്റിങ്ങിനകത്ത് പരിശുദ്ധാത്മാ
നിയോഗത്തിൽ ഞാൻ പറയുന്നു, നഷ്ടമായി പോയ പലതും ഇതിനകത്തിരിക്കുന്ന പലർക്കും പരിശുദ്ധാത്മാവ് വീണ്ടെടുത്ത് നിന്റെ കൈകളിൽ ഏൽപ്പിക്കുന്ന ഒരു ശ്രേഷ്ഠകരമായ വർഷമായിരിക്കും ഈ 2026 എന്ന് പറയുന്നത്. കടത്തിന്റെ പുറത്ത് കടം, പണയത്തിന്റെ പുറത്ത് പണയം, അതേ സ്തോത്രം, ദാരിദ്ര്യത്തിന്റെ പുറത്ത് ദാരിദ്ര്യം, ഒരെണ്ണം വീണ്ടെടുക്കാൻ ഒന്ന് മറച്ചു വെച്ചിട്ട് വീണ്ടെടുക്കാൻ വേണ്ടി നഷ്ടത്തിന്മേൽ നഷ്ടത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി പരിശുദ്ധാത്മ നിന്നോട് വിരൽ ചൂണ്ടി പറയുന്നു, നിന്റെ വീണ്ടെടുപ്പിന്റെ വർഷമായിട്ട് ഈ വർഷം പരിശുദ്ധാത്മാവിനെ ഡിക്ലെയർ ചെയ്യുകയാണ്. അത് സംഭവിച്ചിരിക്കും. ധനനഷ്ടം, മാനനഷ്ടം, ആത്മീക ദർശനത്തിന് നഷ്ടം, ശുശ്രൂഷകളുടെ നഷ്ടങ്ങൾ, കൃപാവരങ്ങളുടെ നഷ്ടങ്ങൾ പരിശുദ്ധാത്മാവ് നിന്റെ കരങ്ങളിൽ തരുമെന്ന് ആത്മാവിനെ ദൂത് വിളിച്ചു പറയുന്നു. അന്യഭാഷ പറയുന്നില്ല, പേര് ചൂണ്ടി പറയുന്നില്ല. പക്ഷെ ഇന്ന് രാത്രി സ്വത്രം ഇത് കേൾക്കുന്നവർക്കറിയാം, നഷ്ടമായി പോയിട്ട് എപ്പോഴും ഹൃദയത്തെ മതിക്കുന്ന ചിന്ത, ഉറങ്ങാൻ കിടക്കുമ്പോൾ, ഭക്ഷണത്തിനിരിക്കുമ്പോൾ, കൂട്ടുകാരുമായിട്ടിരിക്കുമ്പോഴെല്ലാം നിന്നെ മതിക്കുന്ന ചിന്ത ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് കാണുന്ന നിമിത്തമായി അവൻ നിന്റെ അടുത്ത ചാർച്ചക്കാരനെ പോലെ നിന്റെ അടുക്കലേക്ക് ഒന്നൊരു വീണ്ടെടുപ്പിന്റെ ശുശ്രൂഷ നിവർത്തിക്കുന്ന ദിവസങ്ങൾ അതിവിദൂരമല്ല. പരിശുദ്ധാത്മാവിനുള്ള വഴികൾ തുറക്കുന്ന രാത്രിയാണിത്. ഷിബു ബ്രദറെ, ചില മാസങ്ങൾക്കുള്ളിൽ ചില അത്ഭുതകരമായ ദൈവപ്രവൃത്തി തന്റെ ദാസൻ കാണും. അവൻ അസാധ്യമെന്ന് പറഞ്ഞ് വഴി മാറ്റിവെച്ചിരിക്കുന്ന ചില വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ കരം ശക്തമായിട്ട് ഇടപെടും. മനുഷ്യർക്ക് ഇടപെടാൻ പറ്റാത്ത മേഖലകളിൽ കയറി ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടതിന്റെ മേൽ അവൻ സ്തോത്രം, ദൈവം ശ്രദ്ധയോടുകൂടെ നിന്റെ അവൻ സ്തോത്രം ജാഗ്രതയോട് ശ്രദ്ധയോടുകൂടെ നിന്റെ വ്യവഹാരത്തിനകത്തുനിന്ന് ദൈവത്തിന്റെ ആത്മാവ് മാസങ്ങൾക്കുള്ളിൽ നിന്നെ പുറത്തു കൊണ്ടുവരുമെന്ന് പരിശുദ്ധാത്മാവിനെ ദൂത് പറയുന്നു. ഇന്ന് രാത്രിയിൽ ഭയപ്പെടേണ്ടി വരത്തില്ല. ഇന്ന് രാത്രി അതിനുമേൽ നിർണയത്തോടും ജാഗ്രതയോടും അതീവ ശ്രദ്ധയോടും കൂടെ ആമേൻ സ്തോത്രം വ്യവഹാരം നടത്തുന്നവനെ പോലെ, ഒരു ജാമ്യക്കാരനെ പോലെ നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് യോബിനെ നോക്കവന് നഷ്ടമായത് സകലത്തെ വീണ്ടെടുക്കുമ്പോഴും അവന്റെ നഷ്ടങ്ങളെ വീണ്ടെടുക്കുവാൻ അവന്റെ കൂടാരത്തിനകത്തേക്ക് വെളിപ്പെട്ടു വന്ന ദൈവ സാന്നിധ്യം പോലെ വീടിനകത്ത് മുഴുവനായിട്ട് ഒരു ആനന്ദമുണ്ടാകത്തക്ക നിലയിൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ടെന്ന് ആത്മാവിൽ വിരൽ ചൂണ്ടി ഞാൻ ദൂത് വിളിച്ചു പറഞ്ഞു. ഈ 2026 സ്തോത്രം, ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ചലിക്കുകയാണ്. ആമേ സ്തോത്രം. ഈ ദൈവസഭയെയും ആമേ സ്തോത്രം കർത്താവിനെ ചിത്രീകരിക്കുന്ന ശ്രേഷ്ഠമായ ഒരു ഗ്രന്ഥമാണ് രൂത്തിന്റെ പുസ്തകം. സ്തോത്രം, രൂത്തിന്റെ പുസ്തകം ഭയങ്കര ആനന്ദമുള്ള പുസ്തകമാണ്. കർത്താവായ യേശുവിനെ സഭയെ വളരെ ഭംഗിയായി ചിത്രീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. സ്തോത്രം. ഇന്ന് രാത്രി ഈ ദൂത് പലരുടെ ജീവിതത്തിൽ ഭയങ്കര ഡെലിവറൻസ് ഉണ്ടാക്കും, പല പ്രോഗ്രസ്സുകൾ നിങ്ങൾക്കുണ്ടാക്കി തരും. അത് ഡെഫിനറ്റ് ആണ്. സ്തോത്രം. ഇന്ന് രാത്രി വചനം വലിയ ശക്തിയായ വലിയ മഴ പെയ്തിറങ്ങുന്നത് പോലെ, ആമേ വർഷങ്ങളായിട്ട് വരണ്ട് കിടക്കുന്ന നിലത്തിന് മേൽ മഴ പെയ്തിറങ്ങിയിട്ട് പുതിയ കിളിർപ്പുകൾ ഉണ്ടാകുന്നത് പോലെ ഇന്ന് രാത്രി ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന പലരുടെ മേലും അത് ചില പുതിയ മുളകൾ പൊട്ടി പുറത്തു വരുമെന്ന് ആത്മാവിന്റെ നിയോഗത്തിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. സ്തോത്രം. ആമേ ഒരു മുള വരുന്നത് പോലെ, വെള്ളത്തിന്റെ ഗന്ധം തട്ടുമ്പോൾ മുള വരുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ ഒരു നനവ് പോലെ ഇറങ്ങി വന്നിട്ട് നിന്റെ മേൽ ചില പുതിയ മുളകൾ പൊട്ടി പുറപ്പെട്ടു വരുമെന്ന് ഈ ദൂത് കേൾക്കുന്ന പലരുടെ ഉള്ളിൽ ഇന്ന് രാത്രി ധൈര്യം തരുന്ന പരിശുദ്ധാത്മാവ് രാത്രി ഓർപ്പിക്കുകയാണ്. സ്തോത്രം. കർത്താവിന്റെ വചനത്തിനായി സ്തോത്രം. ഈ വീണ്ടെടുപ്പുകാരൻ എന്ന് പറയുന്നത് നമ്മൾ വായിച്ചുള്ള ലേഖന പുസ്തകം, വീണ്ടെടുപ്പുകാരൻ എന്ന് പറയുന്നത് അടുത്ത ചാർച്ചക്കാരനായിരിക്കണം. നമ്മളെയൊക്കെ വീണ്ടെടുക്കാൻ കഴിയുന്ന ചാർച്ചക്കാരൻ അധമ പാതാളത്തിൽ നിന്ന്, ദുഃഖത്തിൽ നിന്ന്, ഇരുട്ടിൽ നിന്ന്, പാപബന്ധനത്തിനകത്ത് നിന്ന് വീണ്ടെടുക്കാൻ കഴിവുള്ള ഒരു ചാർച്ചക്കാരൻ നമുക്ക് ആർക്കുമില്ല. നമ്മളൊക്കെ ജനിച്ച പശ്ചാത്തലം നോക്കിയാൽ നേരെ നമുക്ക് സ്നേഹം പകർന്നു തരുന്നവർ പോലും നമ്മുടെ ഇടയിലില്ല. നമ്മുടെ കുടുംബ ബന്ധങ്ങളിലേക്ക് നോക്കിയാൽ പോലും നമുക്കറിയാം മനസ്സമാധാനത്തോടെ അടുത്തിടപെടാൻ പറ്റുന്ന കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു നല്ല ബന്ധം നമുക്കുണ്ടാകത്തില്ല പലർക്കും. ഇന്ന് രാത്രി ഞാൻ പറയാം, നമ്മുടെ കർത്താവ്
ആരുമില്ലാത്തവർക്ക് അഭയസ്ഥാനമായി വെളിപ്പെടുന്നവനാണ്. സ്വത്രം. ഈ രാത്രികാലം നമ്മുടെ എല്ലാം ദുർഗമായി വെളിപ്പെടുന്നവനാണ് ഈ കർത്താവ്. ഈ 3 യോഗ്യതകളുണ്ട് ഒരു വീണ്ടെടുപ്പുകാരന്. അതിൽ ഒന്നാമത്തെ യോഗ്യത എന്ന് പറഞ്ഞാൽ ലേവ്യപുസ്തകത്തിൽ വായിച്ചു, അവൻ അടുത്ത ചാർച്ചക്കാരനായിരിക്കണമെന്ന്. നമുക്കറിയാം, വീടിന്റെ ദാരിദ്ര്യ നിമിത്തമായിട്ട് ബെത്ലഹേം എന്ന അപ്പത്തിന്റെ ഭവനത്തിൽ നിന്ന് മോവാബ് ദേശത്തേക്ക് പുറപ്പെട്ട സ്ത്രീയെ കുറിച്ച് നമുക്കറിയാം. അവിടെ നിന്ന് മോവാബിലുള്ള അന്യജാതിക്കാരിയ സ്ത്രീയാണ് അവിടെ രൂത്ത് എന്ന് പറയുന്നത്. അവക്കടെ പേരിലാണ് ഈ ഗ്രന്ഥം അറിയപ്പെടുന്നത്. ഈ രാത്രി അതിനകത്തിനോട് ദൂത് ഞാൻ പറയാം, നമ്മൾ എത്ര അകന്നവരാണെങ്കിലും കർത്താവിനെ അറിയാത്ത എത്ര അന്യജാതി പുറംജാതിയിൽപ്പെട്ടവരെ പോലത്തെ ആർക്കും വേണ്ടാത്തവരാണെങ്കിൽ പോലും യജമാനനായ കർത്താവിന്റെ അടുക്കൽ വന്നാൽ അവന്റെ നിമിത്തം അവൻ നമ്മളെ പ്രസിദ്ധരാക്കി മാറ്റുന്ന കർത്താവാണ്. ആമേ സ്തോത്രം. നോക്ക്, ആ രൂത്തിന്റെ പുസ്തകം എന്ന് പറയുന്ന വിശുദ്ധ ഗ്രന്ഥത്തിനകത്ത് പ്രമാണിയാരുടെയും ആമേ സ്തോത്രം പുരോഹിതന്മാരുടെയും ഇടക്ക് കയറി പറ്റത്തക്ക നിലയിൽ ഈ വീണ്ടെടുപ്പുകാരന്റെ കരം രൂത്തിന് മേൽ വീണപ്പോൾ അവൾ പ്രസിദ്ധയായിട്ട് മാറി. അങ്ങനെ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, എന്നെ കേൾക്കുന്ന ചിലരോട് ഞാൻ പറയുന്നു, നീ കർത്താവിന്റെ കാൽക്കൽ വീണാൽ ആ വീഴ്ച നിമിത്തം നിന്റെ ജീവിത ക്രിസ്തുവിന്റെ നാമം നിമിത്തമായിട്ട് അത് പ്രസിദ്ധമായി തീരുവാൻ കാരണമായി തീരും. സ്തോത്ര. ഉത്തമ ഗീതം പറയുന്നു, കർത്താവിന്റെ അവന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു എന്നാണ്. അവൻ സ്തോത്ര തൈലമാണെന്നല്ല, അവന്റെ നാമത്തിന്റെ പ്രത്യേകത പറയുകയാണ്, അത് പകർന്ന തൈലം പോലെയാണ് ഒരുത്തന്റെ മേൽ വീണ് കഴിഞ്ഞാൽ. ഈ രാത്രി ഞാൻ പറയുന്ന സ്തോത്രം, അവന്റെ തൈലം ഗിലെയാദിലെ സുഗന്ധ തൈലമാണ്. അത് ഇവിടുത്തെ സാധാരണക്കാരുണ്ടാക്കുന്ന ചുമ്മാ അവൻ സ്തോത്ര ഡൂക്കിൽ സ്പ്രേ അല്ല, അത് 4-5 തരം സുഗന്ധ കൂട്ടുകൾ കൊണ്ടുണ്ടാക്കിയ അഭിഷേകത്തിന്റെ തൈലമാണ്. ഈ തൈലം സുഗന്ധ തൈലം എന്നാണ് ഉത്തമഗീതം വിളിക്കുന്നത്. ഈ രാത്രി ഞാൻ പറയുന്ന സ്തോത്രം, കർത്താവ് യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയാൽ ഈ സുഗന്ധ തൈലം വീശത്തക്ക നിലയിലുള്ള പരിശുദ്ധാത്മാവിന്റെ അഭിഷേക തൈലം നമ്മുടെ മേൽ കർത്താവ് പകരുവാനിടയാകിത്തീരും. ഈ അഭിഷേക തൈലം എന്റെയും നിങ്ങളുടെ മേൽ വീണാൽ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ഒരു പ്രത്യേക നിയോഗത്തെയാണ് ഈ രാത്രി സീറ്റിനെ സംസാരിക്കുന്നത്. ഞാൻ പറയുന്നു, നിന്റെ മേലുള്ള അഭിഷേകം നിന്നെ പ്രസിദ്ധനാക്കും, നിന്നെ പ്രത്യേകത ഉള്ളവരാക്കി മാറ്റും. ആമേ സ്തോത്രം. നിന്നെ ജീവിതത്തിൽ അവൻ ദൈവത്തിന്റെ മഹത്വം മാത്രമാക്കി മാറ്റും. ആമേ സ്തോത്രം. ആ ഉത്തമഗീതം വായിച്ചാൽ അറിയാം, ഈ അഭിഷേക തൈലം വീണവൾ പറയുന്നു, ഞാൻ അറിയാതെ എന്റെ പ്രഭുജനത്തിന്റെ ഇടയിലേക്ക് ഞാൻ ചെന്നു. അവൻ എന്റെ മേലെ പിടിച്ചിരുന്ന കൊടി, അവൻ സ്നേഹത്തിന്റെ കൊടി എന്റെ മേൽ പിടിച്ചിരുന്നു. ഇന്ന് രാത്രി പറയുകയാണ്, ഒന്ന്, എന്റെ മേൽ വീണ തൈലത്തിന്റെ പ്രത്യേകത അത് അവന്റെ നാമമായിരുന്നു. അത് സുഗന്ധ തൈലം പോലെ ഇരുന്നു. ഈ തൈലം എന്റെ മേൽ വീട് കഴിഞ്ഞപ്പോൾ ഞാൻ പോലും അറിയാതെ എന്റെ പ്രഭുജനത്തിന് നടുവിൽ ഞാൻ ചെന്നു. എന്നിട്ട് അവൾ പറയുകയാണ്, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു കാഴ്ച ഞാൻ കണ്ടത്, അവൻ സ്തോത്രം, എന്റെ മീതെ ഒരു കൊടി നിൽക്കുന്ന കാഴ്ച ഞാൻ കണ്ടു. ആ കൊടിമേൽ ഒരു പേരെഴുതി വെച്ചിരുന്നു. ആ പേരാണ് സ്നേഹം എന്നൊരു കൊടി അവൻ എഴുതി വെച്ചിരുന്നു. ഈ രാത്രി ഞാൻ പറയുന്ന സ്തോത്രം, നിങ്ങളിൽ പലരുടെ മേലും ഈ അഭിഷേകത്തിന്റെ നിറവ് വെളിപ്പെടുമ്പോൾ നിങ്ങളുടെ സ്ഥാനങ്ങൾ വിട്ട്, നിങ്ങളുടെ സാഹചര്യം വിട്ട്, നിങ്ങളുടെ ജീവിതത്തിന്റെ താഴ്വര വിട്ട് അനുഗ്രഹത്തിന്റെ ശ്രേഷ്ഠകരമായ പ്രഭുജനങ്ങളുടെ ഇടയിലേക്ക് നിന്നെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഈ രാത്രി വെളിപ്പെട്ട് വരികയാണ്. അമ്മ പല സ്ഥലത്തിലും പല തലങ്ങളിലുമാണ് നാം ഇരിക്കുന്നെങ്കിലും ഈ അഭിഷേകം നിന്നെ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് അമ്മയെ ചലിപ്പിക്കുന്ന അഭിഷേകമാണ്, നിന്നെ ഓടിക്കുന്ന അഭിഷേകമാണ്, നിന്നെ സഞ്ചരിക്കുമാറാക്കുന്ന അഭിഷേകമാണ്. യോഗ്യതയില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് യോഗ്യനാക്കി നിന്നെ നിർത്തുന്ന അഭിഷേകമാണ്. ഈ രാത്രി ഞാൻ പറയുന്നു, അമ്മ ചിലരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കാൻ പോകുകയാണ്. അമ്മൻ അത് കാലിലേക്ക് വ്യാപരിച്ചാൽ അത് നിന്നെ ഓട്ടക്കളത്തിൽ ഓടുന്ന സ്തോത്രം, അത് ഈ യിരെമ്യാവ് പറഞ്ഞതുപോലെ കാലാളിന്റെ മുമ്പിൽ ഓടി തോറ്റു പോകുന്ന ഒരു അഭിഷേകമല്ലത്. നിന്റെ കാലുകൾക്ക് കളമാമ്പേടക്ക് തുല്യമായ വേഗത നൽകുന്ന അഭിഷേകമായിട്ട് അത് വെളിപ്പെടാൻ പോകുകയാണ്. സ്തോത്രം. ഈ രാത്രി ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടത് ഞാൻ പറഞ്ഞല്ലോ. ദൈവത്തിന്റെ ജനമേ, ഈ രാത്രിയിൽ ഈ പുതിയ വർഷത്തിനകത്ത് ദൈവം ചില പുതിയ പുതപ്പ് നിന്റെ മേൽ ഇടുകയാണ്. അവൻ ചില പുതിയ അഭിഷേകം നിന്റെ മേൽ പകരുകയാണ്. അത് മാത്രമല്ല, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കൊടി അവൻ സൂര്യനെ കണ്ടതുപോലെ ചിലർ
ആത്മാവിന്റെ വെളിപ്പാടിന്റെ വ്യക്തമായ ദർശന മണ്ഡലങ്ങളിലേക്ക്, മീൻസ് ആത്മമണ്ഡലത്തിലേക്ക് ചിറകടിച്ച് കയറുന്ന ഒരു വർഷമായിട്ട് മാറാൻ വേണ്ടി പോവുകയാണ്. പരിശുദ്ധാത്മാവിന്റെ കരത്തിൽ ഏൽപ്പിക്കാൻ തയ്യാറാകട്ടെ. ദൈവ സാന്നിധ്യം വെളിപ്പെട്ട് വരുമ്പോൾ അതിനോട് പ്രതികരിക്കാൻ ആത്മാ നിയോഗം പറയുക. സ്തോത്ര നബേത്തിൽ അമ്മ കടന്നു പോകുന്നു. സ്തോത്ര രൂത്തിന്റെ പുസ്തകം സ്തോത്ര 2-ാമത്തെ അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഞാൻ ഇത് പറഞ്ഞു വിടാം, കാരണം വായിച്ചിരിക്കാനുള്ള സമയം നമ്മുടെ മുൻപിലില്ല. 20-ാമത്തെ വാക്യം നമ്മുടെ മുമ്പിൽ വായിക്കുമ്പോൾ, സ്തോത്രം, ജീവനുള്ളവരോടും മരിച്ചവരോടും ദയവിടാതിരിക്കുന്ന യഹോവയാൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, അയാൾ നമുക്ക് അടുത്ത ചാർച്ചക്കാരനും നമ്മുടെ വീണ്ടെടുപ്പുകാരിൽ ഒരുത്തനുമാകുന്നു എന്ന് നവോമി അവളോട് പറഞ്ഞു. സ്തോത്രം, തന്റെ മരുമകളായ രൂത്തിനോട് നവോമി പറയുകയാണ് എന്തെന്ന്. അവൾ പറയുക, ജീവനുള്ളവരോടും മരിച്ചവരോടും ദയവിടാതിരിക്കുന്ന യഹോവയാൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ഓർത്തോണം, ഈ രാത്രികാലം വീണ്ടെടുപ്പുകാരുടെ നിന്റെ അടുക്കലേക്ക് വരുന്നവന്റെ കയ്യിൽ പാപമോചനത്തിന്റെ രേഖ മാത്രമല്ല ഉള്ളത്, അവന്റെ കയ്യിൽ ഒരു അനുഗ്രഹത്തിന്റെ പാത്രമുണ്ടെന്ന് നവോമി പറയുകയാണ്. എന്താണ് ഈ അനുഗ്രഹത്തിന്റെ പാത്രമെന്ന് പുറകെ ചിന്തിക്കാം. ദൈവത്തിന്റെ ജനമേ, ഓർക്ക്, നമ്മുടെ കർത്താവ് നമ്മളെ വീണ്ടെടുത്തത് സ്വത്രം അനുഗ്രഹിക്കാൻ കൂടി വേണ്ടിയാണ്. അനുഗ്രഹത്തിന്റെ പാത്രം അവന്റെ കയ്യിലുണ്ട്. അവൻ നിന്നെ അനുഗ്രഹിക്കാൻ കാരണമായി തീരും. അത് ഭൗതിക സമ്പത്ത് മാത്രമല്ല, ആത്മതലത്തിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഈ രാത്രി പറയുന്നു, അവൻ നീ ഇപ്പോൾ ശൂന്യമായിരിക്കുന്നെങ്കിൽ ലേവിയുടെ ജീവിതത്തിലേക്ക് നോക്ക്. ലേവിയ പൗരോഹിത്യമെന്ന ലേവിയെ വിളിച്ചു നിർത്തിയിട്ട് ലേവിയോട് ചോദിക്കും, ലേവിയെ, നീ എങ്ങനെയാണ് അനുഗ്രഹിക്കപ്പെട്ടവനായി മാറിയത്? ദൈവത്തിന്റെ അനുഗ്രഹം നിന്റെ മേൽ എങ്ങനെ വന്നു എന്ന് ലേവിയോട് ചോദിച്ചാൽ ലേവി പറയും, പിതാവിനാൽ ശപിക്കപ്പെട്ടവനായി നീ ശപിക്കപ്പെട്ടവൻ, നിന്റെ സമൂഹത്തിൽ നീ ചിതറിക്കപ്പെടുമെന്ന് പറഞ്ഞ് എന്റെ പിതാവിനെ മാറ്റി നിർത്തി. അവൻ സമൂഹത്തിലെ സഹോദരന്മാരുടെ ഇടയിലും ആഗമനമില്ലാതെ പോയ അവൻ ദീർഘമായ വർഷങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. അവൻ സ്തോത്രം, ആരും ആദരിക്കാതിരുന്ന വർഷം, ആരും സ്നേഹം തരാതിരുന്ന വർഷം, എന്റെ സഹോദരന്മാർ എന്നെ മാറ്റി നിർത്തിയ വർഷം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, അവൻ ചില സഹോദരന്മാർ മാറ്റി നിർത്തിയിരിക്കുന്ന സ്ഥലത്ത് അവൻ ദൈവം നിനക്ക് പ്രത്യേകമായ ചില ആദരവ് തരുമെന്ന് ആത്മാവിന്റെ നിയോഗം കൈമാറുകയാണ്. അവൻ സ്തോത്രം, ആരുമില്ലാതിരിക്കുമ്പോഴും ലേവിയുടെ ഹൃദയത്തിനകത്ത് അവന്റെ ദൈവത്തോടുള്ള പ്രമാണത്തിന് അവൻ ശ്രദ്ധയുള്ളവനായിരുന്നു. എല്ലാവരും ദൈവത്തോട് പാപം ചെയ്ത് അപ്പുറന്റെ വാക്കിട്ട് കാളക്കുട്ടി ആരാധിച്ച് മാറ്റി നിർത്തിയിരിക്കുമ്പോൾ അവൻ ലേവി വിളിച്ചത്, ലേവി, നീ എന്താണ് ദൈവത്തിന്റെ അനുഗ്രഹത്തിന് പാത്രമായി മാറിയത്? ലേവി പറയും, എല്ലാവരും ദൈവത്തെ തള്ളിപ്പറഞ്ഞ് അഹറോൻ അടക്കം കാളക്കുട്ടിയെ ഉണ്ടാക്കി മാറി നിന്ന് അവരുടെ ദൈവം എന്ന് വിളിച്ചപ്പോൾ ഞങ്ങൾ അതിന്റെ കൂടെ കൂടാതെ ഞങ്ങൾ അയോഗ്യരായി മാറിയൊരു മൂലക്ക് നിൽക്കുമ്പോൾ പർവ്വതത്തിന് മുകളിൽ നിന്ന് ദൈവത്തിന്റെ പ്രമാണവുമായിട്ട് ഇറങ്ങി വന്ന ദൈവത്തിന്റെ അഭിഷിക്തനായ മോശ ഇറങ്ങി വന്നപ്പോൾ ചോദിച്ച ചോദ്യമാണ്, അവൻ സ്തോത്രം, യഹോവയുടെ പക്ഷത്ത് നിൽക്കുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാറി നിൽക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ ദൈവത്തിന്റെ പക്ഷത്തേക്ക് മാറി നിന്നു എന്ന് ലേവി പറയും. ഈ രാത്രി ഞാൻ പറയുന്നു, ദൈവത്തിന്റെ പക്ഷത്താണ് നീ നിൽക്കുന്നതെന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ തോറ്റവരുടെ കൂട്ടത്തിലല്ല, നീ ജയിച്ചവരുടെ കൂട്ടത്തിലാണ് നിൽക്കുന്നത്. താമസം നിന്റെ പാളയത്തിൽ ജയത്തിന്റെ കാഹളം മുഴങ്ങും. അവിടെ ജയത്തിന്റെ ആഘോഷം വെളിപ്പെടും. അവിടെ ജയത്തിന്റെ ഒരു ആരാധനയുടെ മഹത്വം വെളിപ്പെടും. നിങ്ങൾക്കറിയാമോ, സ്വത്രം, അവർ യഹോവയുടെ പക്ഷത്തേക്ക് മാറി നിന്നപ്പോൾ അത് മോശ പറഞ്ഞു, സ്വത്രം, വാളെടുപ്പീൻ. ഈ രാത്രി ദൈവത്തിന്റെ ആത്മ ഓർപ്പിക്കുന്നു, അമ്മ ചിലരുടെ വാള് തിരികെ ലഭിക്കാൻ പോകുന്നു. അമ്മ ചില ശുശ്രൂഷകൾ മടക്കി ലഭിക്കാൻ പോകുന്നു. അമ്മ ശത്രു അമർത്തി വെച്ച് ഉയരുവാൻ സമ്മതിക്കാതെ നിന്റെ വഴികൾക്ക് അവൻ അതിർവരമ്പുകളിട്ട് നിന്റെ അകത്തെ പ്രത്യാശ കെടുത്തത്തക്ക നിലവാരത്തിൽ അവൻ നിന്നെ മാറ്റി നിർത്തി പിതൃശാപമെന്ന് പറഞ്ഞ്, അവൻ കുലത്തിന്റെ ദോഷമെന്ന് പറഞ്ഞ്, അവൻ ജനിച്ച വീടിന്റെ ശാപമെന്ന് പറഞ്ഞ് അവൻ സ്വയം വിധി പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ഇതൊന്നുമല്ല ദൈവത്തിന്റെ പക്ഷത്തേക്ക് നിൽക്കുന്ന നിന്റെ മേൽ ആരുടെ മേലും വീഴാത്ത ഒരു ദൈവത്തിന്റെ നിയോഗം വീഴുമെന്ന് പരിശുദ്ധാത്മാവിന്റെ രാത്രി ഞാൻ ദൂത് പറയുകയാണ്. അതിശക്തമായ സാന്നിധ്യം വെളിപ്പെടുന്നു.
പരിശുദ്ധാത്മന സാന്നിധ്യം വെളിപ്പെട്ടു വരുന്ന എനിക്കറിയാം. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മ നിയോഗത്തിൽ ഏൽപ്പിക്കാൻ ആരെല്ലാം തയ്യാറാകും? ഇന്ന് രാത്രി ഞാൻ കർത്താവിന്റെ പക്ഷത്തേക്ക് മാറി നിൽക്ക്. അവൻ സ്തോത്രം. രൂത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ നവോമി പറഞ്ഞു, നിനക്ക് അടുത്ത ചാർച്ചക്കാരനാണ്, നമ്മുടെ വീണ്ടെടുപ്പുകാരിൽ ഒരുത്തനാണ്. സ്തോത്രം. ഞാൻ വേഗത്തിൽ പോകുകയാണ്. ഇത് കേട്ട രൂത്ത് ചെല്ലുമ്പോൾ രൂത്തിനോട് അമ്മായിയമ്മ പറയും, നീ ഒരു കാര്യം ചെയ്യണം. നീ കളത്തിൽ ചെല്ലുമ്പോൾ അയാളുടെ കാലിന്റെ ചുവട്ടിൽ നീ പോയി കിടക്കണമെന്ന് പറഞ്ഞു. അവൻ സ്തോത്രം. നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. രൂത്ത് രാത്രി ചെന്ന് അവൻ ബോവസിന്റെ പുതപ്പ് പൊക്കിയിട്ട് അവന്റെ കാൽ ചുവട്ടിൽ രാവിലെ വരെ കിടന്നു എന്ന് വായിക്കുന്നത്. അവൻ സ്തോത്രം. അവിടെ ഇടക്ക് വെച്ച് വീണ്ടെടുപ്പുകാർ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവന്റെ കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നത് കണ്ടു. അവൻ സ്തോത്രം. ബോവസോട് പറയുകയാണ്, അവൻ സ്തോത്രം, നീ രാവിലെ വരെ കിടന്നുകൊള്ളുക എന്ന് അവളോട് പറയുവാൻ കാരണം 3:14 നാം അങ്ങനെ വായിക്കുകയാണ്. സ്തോത്രം. അവൻ പറഞ്ഞു, നീ രാവിലെ വരെ കിടന്നുകൊള്ളുക. അവൻ സ്തോത്രം. കാൽക്കൽ കിടന്നുകൊള്ളാനായിട്ട് അവൻ അനുവാദം കൊടുക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു, രൂത്തിനോട് ചോദിച്ചാൽ അവൾ പറഞ്ഞു, നിന്റെ വീണ്ടെടുപ്പുകാരന് നിനക്ക് ലഭിച്ച പദവി എന്താണ്? ഒന്നാമത്തെ പദവി എന്ന് പറയുന്നത് അവന്റെ കാൽക്കൽ ഇരിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, യേശുവിന്റെ കാൽക്കലാണ് നീ ഇരിക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ പൈതലെ നീ തോറ്റുപോകത്തില്ല. നിന്റെ കരം ശൂന്യമാകത്തില്ല. നിന്റെ വീടിനകത്ത് അനർത്ഥം കയറി വരത്തില്ല. പിശാചിന്റെ പദ്ധതി നിന്റെ കുടുംബത്തിന്റെ മേലും നിന്റെ തലമുറയുടെ മേലും പിശാചിന്റെ പദ്ധതികൾ നടപ്പാകത്തില്ല. അവൻ കാരണം ഒരു വീണ്ടെടുപ്പുകാരന്റെ അവൻ പാദപീഠത്തിനകത്താണ് നീ ഇരിക്കുന്നത് എന്ന് രാത്രികാലം മറന്നു പോകരുത്. അവൻ സ്വത്രം. ആ ഭാഗം ഞാൻ പറഞ്ഞു വിടാം. ഒരു വീണ്ടെടുപ്പുകാരനെ കാൽക്കൽ കിടന്നുകൊണ്ട് രൂത്തിനെന്ത് എന്ത് ഗുണം കിട്ടി എന്ന് ചോദിച്ചാൽ അവിടെ 3 കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. സ്വത്രം. അവൾക്ക് 3 ഗുണങ്ങൾ അവിടെ ലഭിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധയോടുകൂടെ രൂത്തിന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം വായിക്കണം. സ്വത്രം. 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നാം വായിക്കുന്നത്, അങ്ങനെ അവൾ രാവിലെ വരെ അവന്റെ കാൽക്കൽ കിടന്നു. ഒരു സ്ത്രീ കളത്തിൽ വന്നത് ആരും അറിയരുത് എന്ന് അവൻ പറഞ്ഞു എന്ന് വായിക്കുന്നത്. അവന്റെ കാൽക്കൽ കിടന്നപ്പോൾ അവൻ പറയുന്നത്, അവൾ രാത്രി ഒരു പുരുഷന്റെ കൂടെ ആയിരുന്നു എന്ന് ആരും അറിയരുതെന്ന് ബോവസ് പ്രഖ്യാപനം ചെയ്തു. ഈ രാത്രി ഞാൻ പറയുന്നത്, ഒരു അപമാനത്തിനകത്ത് നിന്ന് രൂത്തിനെ അവന്റെ വീണ്ടെടുപ്പുകാരൻ മറയ്ക്കുകയാണ്. ഈ രാത്രി ഞാൻ പറയുന്നു, ഇതുവരെ ശത്രു നിന്നെ അപമാനിച്ച അപമാനങ്ങൾ അവന്റെ അടുക്കിലേക്ക് വരുമ്പോൾ അവൻ മറയ്ക്കുന്ന കർത്താവാണ്. നിന്റെ അപമാനം മറയ്ക്കുന്നവൻ, നിന്റെ നിന്ന മറയ്ക്കുന്നവൻ, നിന്നെ പരിഹസിക്കുന്നവരുടെ നിന്നയ്ക്കകത്ത് നിന്ന് നിന്നെ സൂക്ഷിക്കുന്നവൻ. അവൻ സ്തോത്രം. നിനക്ക് വേദന ഉണ്ടാകുന്ന അവൻ സ്തോത്രം നിന്നെ ഒരു അപമാന പാത്രമാക്കുവാൻ പിശാച് പദ്ധതിയിടുമ്പോൾ രാത്രി മുഴുവൻ നീ കഴിച്ചു കൂട്ടുന്ന നിന്റെ യജമാനന്റെ പാദപീഠം അതിനെ നിന്നെ മറയ്ക്കുവാൻ തക്ക നിലവാരത്തിൽ ഒരു വലിയ ദൈവ സാന്നിധ്യം അതിന്റെ മേൽ വീഴുകയാണ്. ഈ രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അപമാന ഭാരം നിന്നെ വിട്ടുമാറുകയാണ്. അവൻ നിന്ന ഭാരം നിന്നെ വിട്ടുമാറുകയാണ്. അവൻ സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, അവൻ ക്ലേശ ഭാരകം നിന്നെ വിട്ടുമാറുകയാണ്. സമ്പത്തില്ലാത്തത് കൊണ്ട്, ഉയർച്ചയില്ലാത്തത് കൊണ്ട്, വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട്, സൗന്ദര്യമില്ലാത്തത് കൊണ്ട്, ഒരു നല്ല വീടില്ലാത്തത് കൊണ്ട്, അവൻ നിനക്ക് നിന്റെ കുഞ്ഞുങ്ങൾക്കൊരു നല്ല ജോലി ഇല്ലാത്തത് കൊണ്ട്, നിനക്കൊരു നല്ല വരുമാന മാർഗമില്ലാത്തത് കൊണ്ട്, നിന്നെ മാറ്റി നിർത്തി കളിയാക്കി അപമാനിച്ചവരോട് ഇന്ന് രാത്രി ബോവസ് പറയുകയാണ്, ഒരു സ്ത്രീ എന്റെ അടുക്കൽ പോകുന്നത് ആരും അറിയുവാനിടയാകരുത്. ആരും അറിയാൻ പറ്റാത്ത നിലവാരത്തിൽ യേശുവിന്റെ പുണ്യാഹരക്തം നിന്നെ മറയ്ക്കുന്ന രക്തമാണ്. അവന്റെ പുതപ്പ് നിന്നെ മറയ്ക്കുന്ന പുതപ്പാണ്. അവൻ പറഞ്ഞു, ഈ പുതപ്പ് നിനക്കൊരു മറവിടമാണ്. ഈ പുതപ്പിന്റെ ചിറകിന്റെ കീഴിൽ നീ പറഞ്ഞു അവൻ സ്തോത്രം നിന്നെ വിട്ടുമാറുവാൻ കാരണമായി തീരും. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, കുടുംബത്തിന്റെ അപമാന ഭാരങ്ങൾ പേറി അവൻ പലപ്പോഴും നിരാശപ്പെട്ട പലരും പറഞ്ഞ വാക്കുകൾ നിമിത്തം നിന്റെ മനസ്സിനകത്ത് നിരാശ വന്നപ്പോൾ ഇന്ന് രാത്രി കർത്താവ് പറഞ്ഞു, അവൻ അകലവേ നിന്ന് അവൻ പത്രോസ് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എന്ന് കണ്ടിട്ട് അവന്റെ ഹൃദയത്തിന്റെ ഭാരം മനസ്സിലാക്കി, അവന്റെ വേദന മനസ്സിലാക്കി, സ്തോത്രം, അവൻ തിങ്ങി നിറഞ്ഞ് അവനെ തിക്കിത്തിരക്കുന്ന പുരുഷാരത്തെ അവൻ സ്തോത്രം ശ്രദ്ധിക്കാതെ
പത്രോസിന്റെ പടകിനെ ലക്ഷ്യമാക്കി അവൻ തിബരിയാസ് കടൽ തീരത്തേക്ക് നടന്നു നീങ്ങിയ ഒരു കർത്താവുണ്ട്. സ്വത്രം നാം വായിക്കുന്നത് അവിടെ ചെല്ലുമ്പോൾ പത്രോസ് പടകിൽ വെച്ച് യേശുവിന്റെ കാൽക്കലേക്ക് വീഴുകയാണ്. അവൻ കർത്താവേ, ഞാൻ ഭാവിയായ ഒരു മനുഷ്യനാണ്, എന്നെ വിട്ട് അകന്നു പോകണമെന്ന് പറഞ്ഞ് യേശുവിന്റെ കാൽക്കലേക്ക് സ്തോത്രം പത്രോസ് വീഴുമ്പോൾ അവന് താങ്ങി എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, പത്രോസേ, അവൻ സ്തോത്രം നീ ഭാവിയാണെന്ന് അറിഞ്ഞിട്ടാണ് നിന്റെ പടയിൽ ഞാൻ കയറിയത്, നിനക്കൊന്നുമില്ലെന്ന് അറിഞ്ഞിട്ടാണ് നിന്റെ അടുക്കൽ ഞാൻ വന്നത്. ഇന്നലെ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് നിനക്കൊന്നുമില്ലെന്ന് അറിഞ്ഞുകൊണ്ടാണ് വന്നത്. ഇന്ന് രാത്രി ഞാൻ പറയും, സ്തോത്രം, അവന്റെ കാൽക്കൽ വീണവരാരും ലജ്ജിക്കേണ്ടി വന്നിട്ടില്ലെന്ന് പരിശുദ്ധാത്മാവ് ഞാൻ ദൂത് പറയുകയാണ്. നിരാശപ്പെടേണ്ട പലരോടുമുള്ള ദൂതുകൾ ഇതിനകത്ത് വെളിപ്പെടുന്നുണ്ടെന്ന് ഇന്ന് രാത്രി എനിക്കറിയാം. അവൻ മോശയോട് ചോദിക്കും, മോശ പറയും, അവൻ മോശയെ കുറിച്ച് പറയുന്നത് ആവർത്തന പുസ്തകം എടുക്കണം 33-3 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുകയാണ്, അവൻ അവന്റെ കാൽക്കൽ തൃക്കാൽക്കൽ ഇരുന്നു. അവൻ സ്തോത്രം അവന് അഗ്നിമയമായ പ്രമാണം കർത്താവ് കൊടുക്കുവാൻ കാരണമായി തീർന്നു. ഈ ദൂത് കേൾക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയുന്നു, നിങ്ങൾ കർത്താവിന്റെ കാൽക്കൽ ഇരിക്കാൻ തയ്യാറായാൽ അവൻ നിന്റെ ഹൃദയത്തിനകത്ത് എഴുതി വെക്കുന്ന പരിശുദ്ധാത്മാവിൽ അവന്റെ ആത്മാവിന്റെ അഗ്നിരേഖകൾ കൊണ്ട് നിന്റെ ഹൃദയത്തിന് മേൽ എഴുതുന്ന വചനത്തിനകത്ത് ഒരു അഗ്നിയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും, ഒരു അഗ്നിയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും. അന്തവൽ കമനിയാധന റഗൽ കമനിയാധന. ഇതൊക്കെ മുൻപ് ഞാൻ ഈ പുൽപ്പിറ്റിൽ പറഞ്ഞിട്ടുള്ള ഒരു വാക്യം. അതേ സ്തോത്രം, ആമേ സ്തോത്രം, അതേ സ്തോത്രം. ആമോസിനോട് ചോദിച്ചാൽ അവൻ പറയും, ആമോസിന്റെ വാക്കുകൾ ശരം പോലെ തെക്കോവായിലുള്ള പലരുടെ ഹൃദയത്തിനകത്ത് ചാത്തുള്ളി പോലെ കയറിയ വചനങ്ങളായിരുന്നു. അവൻ സ്തോത്രാവിനോട് ചോദിക്കുക, അവൻ പറയും, എന്നെ വിളിച്ചവൻ എന്നോട് പറഞ്ഞു നീ പോയി പ്രവചിക്കാൻ. ഞാൻ വെറുതെ ആമെ കാട്ടത്തിപ്പിടം പെറുകിക്കൊണ്ടത് വെറുതെ പിറക്കി നടന്നവനോട് പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു പക്ഷേ സ്വോത്ര കർത്താവിന്റെ കാൽക്കൽ പലതവണ അവൻ കാര്യങ്ങൾ കണ്ടപ്പോൾ ഇരുന്ന് കരഞ്ഞവനായിരിക്കാം ആമോസ്. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞ അവന്റെ കാൽക്കൽ ഇരുന്നവരെ ആരെയും കർത്താവ് ലജ്ജിപ്പിച്ചിട്ടില്ല. ഈ രാത്രി ഞാൻ പറയുന്നു, ആ കർത്താവിന്റെ കാൽക്കൽ ഇരിക്കെ. വേദോസം പറയുന്നു, രൂത്ത് എപ്പോഴാണ് അവന്റെ കാൽക്കൽ വീണ് കിടന്നത്? അവൾ വീണ് കിടന്നത് രാത്രിയുടെ യാമങ്ങളിലാണ്. അവളോട് ചോദിച്ചാൽ പറയും, എനിക്ക് ഭർത്താവ് ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടു പോയി. എനിക്ക് വീടുണ്ടായിരുന്നു, നഷ്ടപ്പെട്ടു പോയി. എനിക്ക് സമ്പത്തെന്ന് പറയുവാൻ ഒന്നുമില്ല. എന്റെ അമ്മായിയമ്മോടെ കുടിലിൽ ഞാൻ താമസിക്കുന്നു. എന്നിട്ട് അവർ പറയും, സ്വോത്ര പുറകെ വഴുതിപ്പോകുന്ന ഓരോ കതിരുണ്ട്, അത് പിറക്കിയെടുത്ത് അതുകൊണ്ട് എന്ന് മെതിച്ചിട്ടാണ് ഞങ്ങൾ ഉപജീവനം കഴിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ഈ ബോവസിന്റെ വയൽക്കളത്തിലേക്ക് വീണ്ടെടുപ്പുകാരുടെ അടുക്കിലേക്ക് ചെന്നപ്പോൾ അവസരം വായിക്കുന്നത് ഇങ്ങനെയാണ്, ആദ്യം ഒറ്റക്കതിര് പെറുക്കിയപ്പോൾ അവളെ കണ്ട യജമാനന് ബോവസിന് അവളോടൊരു മനസ്സലിവുണ്ടായി. അവൻ സ്തോത്രം കൊയ്ത്തുകാരോട് പറഞ്ഞു, സ്തോത്രം, നിങ്ങളുടെ കറ്റകളുടെ അകത്തു നിന്ന് നിങ്ങളുടെ പിന്നാലെ പിറക്കി നടക്കുന്ന ഈ മോവാബ് സ്ത്രീക്ക് നിങ്ങളുടെ കത്തയുടെ അകത്തുനിന്ന് വലിച്ചിട്ട് കൊടുക്കണം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഞാൻ ദൂത് പറയുന്നു, ഞാൻ ദൂത് പറയുന്നു, നീ എങ്ങനെ അവൻ ഇതിൽ രക്ഷപ്പെടുമെന്ന് ചിന്തിക്കണ്ട, എങ്ങനെ എന്റെ ജീവിതത്തിന്റെ പ്രാരാബ്ദത്തിന്റെ അകത്തുനിന്ന് പുറത്തു വരുമെന്ന് ചിന്തിക്കണ്ട. അവൻ നമ്മുടെ കർത്താവ് ചിലരോട് കൽപ്പിക്കുന്ന കർത്താവാണ്, ചിലരോട് കൽപ്പിക്കുന്ന കർത്താവാണ്. കൊയ്ത്തുകാരോട് പറഞ്ഞു, അവൾക്ക് കത്തയ്ക്കകത്തുനിന്ന് വലിച്ചിട്ട് കൊടുക്ക്, അവളെ ലജ്ജിതയാക്കി വീട്ടിൽ പറഞ്ഞു വിടരുത്. അവർ വലിച്ചിട്ട് കൊടുത്തു. അവളുടെ സ്വത്രം ആ ഭാഗമൊക്കെ വായിക്കുമ്പോൾ ഭയങ്കര ആനന്ദമാണ്. അവൾ അതെല്ലാം പുറക്കിയെടുക്കുമ്പോൾ അവൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയൊരു അളവ് യവം അവളുടെ കയ്യിൽ കിട്ടുകയാണ്. ഇന്ന് രാത്രിക്കാലം ഞാൻ പറയുന്ന സ്തോത്രം, ഇതിലിരിക്കുന്ന പലരുടെയും ജീവിതത്തിന്റെ ഞെരുക്കത്തിന്റെ സ്തോത്രം അതിർവരമ്പുകൾ പൊട്ടിമാറി നിനക്ക് നീ പ്രതീക്ഷിക്കാത്ത വഴികൾ തുറന്നു തന്ന് ദൈവം നിനക്ക് അവൻ സ്തോത്രത്തിൽ ഉദ്ധാരണങ്ങൾ തരുമെന്ന് പരിശുദ്ധാത്മാവ് രാത്രി വാക്ക് പറയുകയാണ്. പരിശുദ്ധാത്മാവ് വാക്ക് പറയാൻ സ്തോത്രം. വീണ്ടും നാം വായിക്കുമ്പോൾ പറയുന്നത് അവൻ സ്തോത്രം, രൂത്ത് മകളെ, നീ വേറെ ഒരു വയലിലേക്കും ഇനി പെറുക്കാൻ പോകണ്ട, നിനക്ക് ആവശ്യമുള്ളത് ഈ വയലിൽ തന്നെ ഉണ്ടായിരിക്കും. ഇന്ന് രാത്രി കർത്താവ് സ്തോത്രം പറയുന്നു, രണ്ടാമത് അവൻ നിനക്കൊരു വാഗ്ദത്തം തരുന്ന കർത്താവാണ്. ഒന്ന്, നിന്നോട് അസാധാരണ ദയ കാണിക്കുമ്പോൾ. രണ്ട്, അവൻ നിനക്കൊരു വാഗ്ദത്തം തരുന്ന കർത്താവാണ്. ഈ രാത്രിക്കാലം നാം അല്പം മുമ്പേ സ്തോത്ര കർത്താവ് പറഞ്ഞപ്പോൾ കേട്ടതുപോലെ അവനൊരു ദർശനം തരുന്ന കർത്താവാണ്. ഈ രാത്രി ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു, അവൻ ചില ദർശനങ്ങൾ വെളിപ്പെടാൻ സമയമായി. അവൻ
സ്തോത്ര പ്രൊഫസസിന് ചില മറന്നു കിടക്കുന്ന മേഖല, ചില ദർശനങ്ങൾ വെളിപ്പെടാൻ സമയമായി. അവനെ പലപ്പോഴും അടിച്ചമർത്തുന്ന ഒരു വ്യക്തിയെ പോലെ, ഇരുത്തിക്കളയുന്ന ഒരാളെ പോലെ, അവൻ അകത്ത് പലതും ചെയ്യണമെന്നും പോകണമെന്നും ആഗ്രഹമുള്ളപ്പോഴും നിന്റെ അകത്ത് നിന്നെ ഒതുക്കുവാൻ, നിന്നെ ഇരുത്തിക്കളയുവാൻ അവൻ പല സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ന് രാത്രി കർത്താവ് പറഞ്ഞ സ്തോത്രം, നീ ഒറ്റ കതിരി പിറക്കി നടക്കുന്ന രൂത്തിനെ പോലെയല്ല. ഇനി നിന്റെ മുൻപോട്ടുള്ള യാത്രയ്ക്കകത്ത് ദൈവം ചിലത് വലിച്ചിട്ട് നിന്റെ മുൻപിൽ തരാൻ പോകുകയാണ്. അവൻ ചിലത് നിനക്ക് വേണ്ടി വലിച്ചിട്ട് നിന്റെ മുൻപിൽ തരുന്ന ദിനങ്ങൾ നിന്റെ മുൻപിൽ ആഗതമാകാൻ പോകുകയാണ്. നിന്നെ കർത്താവ് വ്യത്യസ്തമാക്കി മാറ്റി. കർത്താവിന്റെ പാദപീഠത്തിൽ രൂത്ത് ഇരുന്നത് പോലെ ഇരിക്കാൻ തയ്യാറായാൽ അവനെ കർത്താവ് നിനക്ക് ഒരു വലിയ വീണ്ടെടുപ്പിന്റെ വലിയൊരു പ്രക്രിയ ചെയ്യുമെന്ന് ആത്മാവിന്റെ നിയോഗം ഞാൻ ഇന്ന് രാത്രി കൈമാറുകയാണ്. അവൻ നിന്റെ നിരാശകൾ ചിലപ്പോൾ നിന്റെ അകത്ത് ഒന്നുമില്ലാത്ത ശൂന്യത പോലെ, കെട്ടുപോകുന്നത് പോലെ, അവൻ പലപ്പോഴും ഒരു ഉത്സാഹം നഷ്ടപ്പെടുന്നത് പോലെ, പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ലയോ എന്ന് ചോദിക്കത്തക്ക നില സാഹചര്യങ്ങൾ പ്രതികൂലമായി മാറുമ്പോൾ ഇന്ന് രാത്രി കർത്താവ് നിന്റെ മുൻപിലുള്ള അവൻ വഴികൾ ശ്രേഷ്ഠമാണ്, അനുഗ്രഹമാണ്. നിനക്ക് വേണ്ടി ചിലത് വലിച്ചിട്ട് തരാൻ പോകുകയാണ്. ഈ വയലിൽ നിൽക്കാൻ നീ കർത്താവ് നിന്നോട് പറയുന്നു, വേറൊരു വയലിൽ നീ അന്വേഷിക്കരുത്. നിൽക്കുന്ന വയലിനകത്ത് നിന്റെ വീണ്ടെടുപ്പുകാരൻ വെളിപ്പാടിനെ മറന്നിരിക്കുന്നതിനൊക്കെ അവൻ എങ്ങനെയുള്ള വെളിപ്പെടുത്തും ദിനങ്ങൾ അതിവിദൂരമല്ലെന്ന് നിനക്കകത്ത് ഓർപ്പിക്കുകയാണ്. സ്വത്രം അത് അങ്ങനെയാണ് വായിക്കുന്നത്. ഒന്ന്, അവൻ സ്വത്രം അവളോട് പറയുക, നീ ഇവിടെ തന്നെ കിടന്നുകൊള്ളുക. ഒന്ന്, അവളുടെ അപമാനത്തിൽ നിന്ന് അവൻ തന്റെ പുതപ്പ് കൊണ്ട് അവളെ മറയ്ക്കുകയാണ്. അപമാനം മാറ്റുന്ന ഒരു കർത്താവ്. സ്വത്രം ഈ രാത്രി ഞാൻ പറഞ്ഞ രൂത്തോട് ചോദിച്ചാൽ എല്ലാം നഷ്ടപ്പെട്ടവളായി, ഒന്നുമില്ലാത്തവളായി, ഒഴിഞ്ഞവളായിട്ട് ഈ വയലിലേക്ക് വന്നപ്പോൾ എന്തൊക്കെയോ ഉള്ള ഒരു സ്റ്റേജിലേക്ക് അവളെ കർത്താവ് കരം പിടിച്ചു ഉയർത്തുകയാണ്. അവൻ സ്വത്രം രണ്ടാമത് നാം വായിക്കുന്നത്, അവൻ പ്രഭാതത്തിൽ അതിരാവിലെ അവൾ ഉണർന്നൊരു കാര്യം വായിക്കുന്നുണ്ട്. ആരറിയാകും മുമ്പേ അവൾ എഴുന്നേറ്റപ്പോൾ നീ ധരിച്ചിരിക്കുന്ന പുതപ്പ് കൊണ്ടുവരിക, പിടിക്ക എന്ന് അവൻ പറഞ്ഞു. 15-ാമത്തെ വാക്യമാണ്. അവൾ അത് പിടിച്ചപ്പോൾ അവൻ 6 ഇടങ്ങഴി അവൻ അതിൽ അളന്നു കൊടുത്തു എന്ന് വായിക്കുന്നത്. അവൾ കർത്താവിന്റെ പാദപീഠത്തിൽ, അതോ ബോസിന്റെ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ അവളുടെ ഭവനത്തിലേക്ക് മടങ്ങുന്നത് വെറും കൈയോടല്ല, അവളുടെ പുതപ്പിനകത്ത് നിറവോടുകൂടി അവൾ മടങ്ങുകയാണ്. ഇന്ന് രാത്രികാലം അത് കർത്താവിന്റെ ഇന്ന് രാത്രി ഞാൻ പറയുന്ന സ്തോത്രം, സമയം മുമ്പോട്ട് പോവുകയാണ്. എന്നെ കേൾക്കുന്ന പലരോടും ഇന്ന് രാത്രി ഞാൻ പറയുന്നു, നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയ്ക്ക് ശ്രേഷ്ഠകരമായ മറുപടികൾ ലഭിക്കപ്പെടാൻ പോവുകയാണ്. ശ്രേഷ്ഠകരമായ ലഭിക്കപ്പെടാൻ പോകുകയാണ്. സ്തോത്രം. ഇതിനകത്തൊക്കെ ശക്തമായ ദൂതിയുടെ ലിൻഡ സിസ്റ്ററിനോട്, ഓമർ സിസ്റ്ററിനോടൊക്കെ ശക്തമായ ദൈവം ഇടപെടുന്നുണ്ട്. ഈ കർത്താവിന്റെ പാദത്തിൽ ഇരിപ്പ്, നിങ്ങളുടെ കാത്തിരിപ്പ് വ്യർത്ഥമല്ല. അവൻ സ്തോത്രം, ഒഴിഞ്ഞ കൈയായി നടക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. നിങ്ങളുടെ നിലവാരങ്ങൾക്ക് മാറ്റം വരുത്തുന്ന ദൈവമാണ്. അവൻ നീ ധരിച്ചിരിക്കുന്ന പുതപ്പ് പിടിക്ക്, അവൻ ആളറിയാകും മുമ്പേ അവൾ എഴുന്നേറ്റു എന്ന് വായിക്കുന്നത്. ഈ രാത്രി ദൈവത്തിന്റെ ജനമേ സ്തോത്രം, ഈ ഒരു കഷ്ടതയുടെ പ്രാർത്ഥനയുടെ യാമങ്ങളിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത്. ഈ കഷ്ടതയുടെ പുതപ്പിനടിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ യാമങ്ങൾ വിട്ട് അവൻ സ്തോത്രം 4-ാം യാമം, അതാ ഭക്തന്മാരുടെ ഒരു പ്രഭാത യാമം പൊട്ടി വിടർന്നു വരുമ്പോൾ അവൻ സ്തോത്രം നിന്റെ പുതപ്പിനകത്തേക്ക് അവൻ യവമളന്ന് കൊടുത്ത ബോവസിനെ പോലെ അവൻ അളന്ന് നിന്റെ കഷ്ടതയുടെ തൂക്കമളന്ന്, നിന്റെ പ്രാർത്ഥനയുടെ കണ്ണുനീരിന്റെ ആഴമളന്ന്, നിന്റെ വേദനയുടെ ആഴമളന്ന്, ഏകാന്തതയുടെ ആഴമളന്ന്, നീ അനുഭവിച്ച നിന്ദയുടെ ആഴമളന്ന്, നഷ്ടങ്ങളുടെ ആഴമളന്ന് നിനക്ക് പകർന്നു തരുന്ന, അളന്നു തരുന്ന ഒരു നല്ല ബോവക്ഷമ വീണ്ടെടുക്കാരൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. സ്വന്തം ഒന്ന്, അവൻ അടുത്ത ചാർച്ചക്കാരനായി മാറുകയാണ്. അടുത്ത ചാർച്ചക്കാരനെ പറയും. ഞാൻ ഒരു വാക്കുകൂടെ എനിക്ക് ഓർപ്പിച്ചേ മതിയാകുള്ളൂ. അവൻ സ്വത്രം, ഞാൻ ആ ഭാഗം അവിടെ കൊണ്ടുപിടിക്കുകയാണ്. മുമ്പോട്ട് വിശദീകരിക്കാൻ സമയമില്ല. ഒന്ന് വീണ്ടെടുപ്പുകാരൻ അടുത്ത ചാർച്ചക്കാരനായിരിക്കണം. 2, അവൻ സ്തോത്ര, ഈ വീണ്ടെടുപ്പുകാരൻ എന്ന് പറയുന്നവൻ ഒരു ധനവാനായിരിക്കണം എന്നുള്ളത് നിർബന്ധമുണ്ട്. ന്യായപ്രമാണത്തിന് നിർബന്ധമുണ്ട്. സ്തോത്രം. നാം രൂത്തിന്റെ ദിവസം 2-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ ബോവസിനെ കുറിച്ച് പറയുകയാണ്, അവൻ മഹാധനവാനായിരുന്നു എന്നാണ് വായിക്കുന്നത്. സ്തോത്രം. നാം വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ ബോവസ് മാത്രമല്ല,
ധനവാനായിരിക്കുന്നത്. നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്നത് സ്തോത്രം, ആമേൻ സ്തോത്രം, അവൻ സമ്പന്നനായിരുന്നിട്ടും ആമേൻ സ്തോത്രം, അവന്റെ ദാരിദ്ര്യത്താൽ നമ്മൾ സമ്പന്നരാകേണ്ടതിന് നമുക്ക് വേണ്ടി അവൻ ദരിദ്രനായി തീർന്ന കൃപ നാം ഓർക്കുന്നുവല്ലോ എന്നുള്ളതാണ്. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ നിസ്സാരക്കാരനല്ല, അവൻ സമ്പന്നനായ കർത്താവ്. എങ്ങനെ സമ്പന്നൻ? ആകാശത്തിന്റെ ഭൂമിയുടെ സൃഷ്ടാവാണ് അവൻ. സ്വർഗ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുന്ന രാജാവായിരിക്കുന്ന കർത്താവാണ്. ഈ കർത്താവാണ് നമ്മളെ ഇന്ന് രാത്രി അവന്റെ കൃപയിലേക്കും വീണ്ടെടുപ്പിലേക്കും വിളിക്കുന്നത്. ഈ രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, അവൻ ധനവാനാണ്, തീർന്നില്ല. ആമേൻ. ലേഖനത്തിൽ ഉടനീളം നാം വായിക്കുന്നുണ്ട്. ഫിലിപ്പ് ലേഖനം 4:19 വായിക്കുമ്പോൾ ആ സ്തോത്രം, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തന്റെ ധനത്തിന് ഒത്തവണ്ണം, അവന്റെ മഹിമയുടെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരുമെന്നാണ് വായിക്കുന്നത്. ആ ഫിലിപ്പിയരോട് പറയുകയാണ്, അവൻ എങ്ങനെയാ തീർക്കുന്നത്? അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിന്, ധനമെന്ന വാക്കാണ് പ്രത്യേകത. ലോകം വിചാരിച്ചു യേശുവിനെ ക്രൂശിച്ചപ്പോൾ സകലരും അവൻ കൊണ്ട് അവസാനിപ്പിച്ചു എന്ന. സ്തോത്രം. അല്ല, അവൻ നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിക്കൊടുത്ത് കാൽവരിയിൽ മരണമെന്ന ശമ്പളം കൊടുത്ത് അവിടെ നിന്ന് നമ്മളെല്ലാം വിലയ്ക്ക് വാങ്ങി ദൈവരാജ്യത്തിന്റെ അവകാശികളാക്കി മാറ്റിയതാണ്. ഈ രാത്രി ഞാൻ പറഞ്ഞ സ്തോത്രം, അവൻ സ്വർഗത്തിലെ സകല സമ്പത്തിനാലും ഇന്ന് രാത്രി കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്ന കർത്താവാണ്. അവൻ മഹാധനവാനാണ്, അവൻ ഉന്നതനായ കർത്താവാണ്, അവന് തുല്യം ചെല്ലാൻ ആരുമില്ലെന്ന് അവൻ സ്തോത്രം വിശുദ്ധ വേദപുസ്തകം പറയുന്നു. അഭിഷേക തൈലത്തെ കുറിച്ച് പറഞ്ഞ, അവൻ സ്നേഹത്തിന്റെ കൊടിയെ കുറിച്ച് പറഞ്ഞ സ്തോത്ര ശൂന്യമേരെ അവൻ ചോദിക്കും, നിന്റെ പ്രിയന് മറ്റുള്ള പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷത എന്ന് അവരോട് ചോദിക്കുമ്പോൾ പറയും, സ്തോത്രം, എന്റെ പ്രിയനോ അവൻ വെണ്മയും ചുമപ്പുള്ളവൻ, അവൻ 10,000-കളേക്കാൾ ശ്രേഷ്ഠനാണെന്ന് അവനെ കുറിച്ച് അവൾ വിശേഷിപ്പിക്കുമ്പോൾ ഈ രാത്രി വേദം സമ്പാദിച്ചാൽ അറിയാം, നമ്മുടെ കർത്താവിനെ അടുത്തെറിഞ്ഞവര്, നമ്മുടെ കർത്താവിനെ അടുത്ത് സ്നേഹിച്ചവര്, ആമേ കർത്താവിന്റെ വാഗ്ദത്തം അടുത്ത് പ്രാപിച്ചവര്, അവരോടെല്ലാം ചോദിച്ചാൽ അവർക്കെല്ലാം പറയാൻ ഒരു ശ്രേഷ്ഠതയുണ്ട്. ആമേ സ്തോത്രം. അത് സ്തോത്രം. അവൾ പറയുന്നു സ്തോത്രം, ആ വീണ്ടെടുപ്പ് പ്രാപിച്ച അവൻ ശൂന്യമ പറയുകയാണ്, അവൻ 10,000 ശ്രേഷ്ഠനായിരിക്കുന്ന കർത്താവാണ്. ഇയ്യോബ് പറയുകയാണ്, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു.